Hi friends, welcome back to my channel, your online teacher. ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്ന് guarantee of profit to partner, profit and loss appropriation അക്കൗണ്ടിൽ എങ്ങനെ എഴുതും എന്നുള്ളതും, then അതേപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ടും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം. പിന്നെ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു, അതായത് എസ്എ ക്വസ്റ്റ്യനിലേക്ക് ഇപ്പോൾ 3 ചോദ്യങ്ങൾ തന്നിട്ട് 2 ചോദ്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. ആ 3 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ചിലപ്പോൾ ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനോ അല്ലെങ്കിൽ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ലോണൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലേക്കും എങ്ങനെയായാലും നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു 2 ഷുവർ പ്രോബ്ലംസ് ആണിത്. സോ ഇവിടെ നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് എഴുതുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദിവ്യ രേഷ്മ 2 പാർട്ട്നേഴ്സ്, അവർ തമ്മിലുള്ള റേഷ്യോ 2:1. അവർ ഷീബയെ അഡ്മിറ്റ് ചെയ്ത് 1/4 ഷെയറിന് ഓക്കെ വിത്ത് എ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് 70,000 ആണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,60,000 ആണ്. നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒത്തിരി കാൽക്കുലേഷൻസ് വേറെ വരുന്നുണ്ട്. നമ്മൾ ചോദ്യം കാണുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, സിമ്പിൾ ആണെന്ന് കരുതെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ന്യൂ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ നോക്കാം. ദിവ്യ രശ്മി ഇവരുടെ ഓൾഡ് നമുക്ക് തന്നിരിക്കുന്നത് 2:1 ആണ്. ദെൻ പുതിയ ആള് ഷീബയുടെ ഷെയർ തന്നിരിക്കുന്നത് 1/4 ആണ്. സോ അത് വെച്ചിട്ട് ന്യൂ റേഷ്യോ കാണാം. അപ്പൊ ന്യൂ റേഷ്യോ നമുക്ക് എങ്ങനെ കാണാം? ന്യൂ റേഷ്യോ കൂടി അപ്പൊ ഇതിലേക്ക് ഇൻക്ലൂഡഡ് ആകാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ന്യൂ റേഷ്യോ കാണാം. സോ ന്യൂ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് നമ്മള് ഷീബയുടെ ഷെയർ 1/4. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. ഒരു ചോക്ലേറ്റ് ഇതിന് 4 പീസ് ആക്കി. അതിൽ ഒരു പീസ് എന്ന് പറയുമ്പോൾ 1/4 ആണ്. ഇത് ഷീബ എടുത്തു. ഓക്കെ, ഇത് ഷീബ എടുത്തു. ഷീബ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്രയുണ്ട്? റിമൈനിങ് എത്രയാ? ബാക്കി എത്രയാണ്? റിമൈനിങ് എന്ന് പറയുന്നത് എത്രയാ? 3 പാർട്ടിൽ, അതായത് 3/4 ആണ് ബാക്കിയുള്ളത്. ആ 3/4 എന്ന് പറയുന്നത് ഇത്രയും ആരുടേതാണ്? ദിവ്യയുടെയും രേഷ്മയുടെയും കൂടി ചേർന്നിട്ടാണ് അത് വരുന്നത്. അപ്പൊ ഇതിൽ എത്ര ദിവ്യയുടെ ഉണ്ട്, എത്ര രേഷ്മയുടെ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് അവരുടെ ന്യൂ ഷെയർ കിട്ടും. ഓക്കെ, അപ്പോ ന്യൂ റേഷ്യോ ഓഫ് ദിവ്യയുടെ ന്യൂ റേഷ്യോ നമ്മൾ എങ്ങനെ കാണും? ഈ 3/4ന്റെ ഓക്കെ, ഈ ബാക്കിയുള്ള 3/4ലെ രേഷ്മയുടെ ഓൾഡ് ഷെയർ എത്ര? 2 അല്ലെ? 2 + 1 3, 2/3. അതായത് 3/4ന്റെ 2/3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 2 6, 6/12 ആണ് ദിവ്യയുടെ ന്യൂ ഷെയർ. then അതേപോലെ തന്നെ രേഷ്മയുടെ ന്യൂ ഷെയർ എങ്ങനെ കാണും? ഈ 3/4ന്റെ ബാക്കി രേഷ്മയുടെ ഷെയർ 1/3 അല്ലേ? അപ്പൊ 3/4ന്റെ 1/3 പാർട്ട്. സോ നമുക്ക് 3/12 കിട്ടും. ഓക്കെ, ഇനി പുതിയ ആളുടെ ഷെയർ എത്രയാ? ഇവർ രണ്ടുപേരുടെ ഷെയർ 6/12, 3/12. പുതിയ ആളുടെ ഷെയർ 1/4 അല്ലേ? അപ്പൊ അങ്ങനെ ശരിയാവില്ലല്ലോ, എല്ലാവരെയും ഒരേപോലെ ഡിനോമിനേറ്റർ വരണം. അപ്പൊ അതുകൊണ്ട് 1/4നെയും കൂടി 12 എന്ന ഡിനോമിനേറ്റർ ആക്കാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആകുമല്ലോ. താഴെ എന്തെങ്കിലും ചെയ്താൽ അതുപോലെ തന്നെ മുകളിലും ചെയ്യാം. അപ്പോൾ 3/12 ആയി. സോ ഇവരുടെ ന്യൂ റേഷ്യോ എത്രയാ? 6:3:3. ഇതിന് ഒന്നുകൂടി ചെറുതാക്കാം. 6/3 ചെയ്യുമ്പോൾ 2, 3/3 ചെയ്യുമ്പോൾ 1, 3/3 ചെയ്യുമ്പോൾ 1. സോ 2:1:1 ആണ് ഇവരുടെ ന്യൂ റേഷ്യോ. സോ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ നമ്മളിപ്പോ ഇതിൽ കഴിഞ്ഞു. സോ ഇവിടെ അതല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ 1,60,000 എന്ന് പറയുന്ന പ്രോഫിറ്റിനെ നമ്മൾ ഈ ന്യൂ റേഷ്യോയിൽ 2:1:1 വീതിക്കുക. അങ്ങനെ വീതിക്കുമ്പോൾ ദിവ്യക്ക് എത്ര കിട്ടും? ദിവ്യക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് 1,60,000 into 2/4. ഓക്കെ, 1,60,000 into 2/4 എന്ന് പറയുമ്പോൾ എത്ര വരും? 80,000 ആണ് ദിവ്യക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, ദെൻ ഇനി രേഷ്മയ്ക്ക് ന്യൂ റേഷ്യോ പ്രകാരം എത്ര പ്രോഫിറ്റ് കിട്ടും? 1,60,000 into 16,000, ഇത് 1,60,000. ഓക്കെ, 1,60,000 into 1/4. 1/4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1,60,000 into 1/4, 40,000. ഓക്കെ, രേഷ്മക്ക് 40,000. ഇനി അടുത്ത ആളാരാണ്? ഷീബക്ക് എത്ര വരുന്നത് ന്യൂ റേഷ്യോ പ്രകാരം? 1,60,000 1/4 പാർട്ട് into 1/4, 40,000. ഷീബ സമ്മതിക്കോ? ഷീബ പ്രശ്നം ഉണ്ടാക്കില്ലേ? കാരണം എന്താണ്? ഷീബക്ക് ഗ്യാരണ്ടി കൊടുത്തിരുന്നത് 70,000 രൂപ പ്രോഫിറ്റ് തന്നേക്കാം എന്നാണ്. സോ പക്ഷെ ഇവിടെ നമ്മൾ റേഷ്യോ പ്രകാരം വീതിച്ചപ്പോൾ ഷീബക്ക് 40,000 ഉള്ളൂ. സോ എത്ര രൂപയുടെ കുറവുണ്ട്? 30,000 രൂപയുടെ കുറവുണ്ട്. ആ കുറവിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ കുറവ് ആര് നികത്തണം? ഈ 30,000ത്തിന്റെ കുറവ്. കാരണം 30 കൂടി കൂട്ടുമ്പോഴല്ലേ 70 ആകുന്നുള്ളൂ. ആ 30,000ത്തിന്റെ കുറവ്
ദിവ്യയും രേഷ്മയും കൂടി ചേർന്നിട്ടാണ് നികത്തേണ്ടത്. അവര് തമ്മിലുള്ള റേഷ്യോ ഉണ്ടല്ലോ, അവര് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 അല്ലേ, ആ 2:1 റേഷ്യോയിൽ അത് നികത്തണം. അങ്ങനെ വരുമ്പോ ദിവ്യ എത്ര കൊടുക്കും? ദിവ്യ ഷീബക്ക് ഈ 30,000 എത്ര കൊടുക്കും? ദിവ്യ കൊടുക്കുന്നത് ദിവ്യയുടെ നിന്ന് കുറയ്ക്കുമല്ലോ, എത്ര കൊടുക്കും? ഈ 30,000ത്തിന്റെ 2 പാർട്ട്, 2/3 പാർട്ട്, 2/3 പാർട്ട് എന്ന് പറയുമ്പോൾ 20,000 രൂപ ദിവ്യ കൊടുക്കും. ഓക്കെ, പിന്നെ രേഷ്മ എത്ര കൊടുക്കും? ആ 30,000 എന്ന് പറയുന്ന കുറവിന്റെ 1/3 പാർട്ട്, 1/3 പാർട്ട് എന്ന് പറയുമ്പോൾ 10,000. സോ ഇവര് ശരിക്കും ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാ? ദിവ്യയുടെ ആദ്യം 80 ആയിരുന്നു, പക്ഷെ 20 കൊടുക്കേണ്ടി വന്നു, സോ 60,000 ഇപ്പേ ഉള്ളൂ. ദെൻ രേഷ്മയുടെ 40 ആയിരുന്നു, 10,000 കൊടുക്കേണ്ടി വന്നു, 30 ഇപ്പേ ഉള്ളൂ. ദെൻ ഷീബയെ സംബന്ധിച്ചോ 20,000 ദിവ്യയുടെ കയ്യിൽ നിന്ന് കിട്ടി, ദെൻ 10,000 രേഷ്മയുടെ കയ്യിൽ നിന്ന് കിട്ടി, ഓൾറെഡി ഒരു 40,000 കിട്ടിയതുണ്ട്, അങ്ങനെ മൊത്തം 70,000 ആയി, ഗ്യാരണ്ടി മെറ്റ് ചെയ്തു. ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, കാൽക്കുലേഷൻ എങ്ങനെയാണ്? ഇതിന് നമ്മൾ ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എഴുതണം. അപ്പൊ അത് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ് എഴുതേണ്ടത്. നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ഇവിടെ എഴുതാൻ നെറ്റ് പ്രോഫിറ്റ് വന്നത് 1,60,000 ആണ്, അത് എഴുതി. ഇനി ആദ്യം ദിവ്യയുടെ കാര്യം എഴുതാം. ദിവ്യാസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ദിവ്യാസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 80,000 ആയിരുന്നു. ആ 80,000 നിന്ന് എന്ത് ചെയ്തു? 20,000 ഡെഫിഷ്യൻസി മെറ്റ് ചെയ്തു. അപ്പോൾ ലെസ് ഡെഫിഷ്യൻസി. ഓക്കെ, ഡെഫിഷ്യൻസി ആ കുറവ് 20,000 മെറ്റ്, ഡെഫിഷ്യൻസി മെറ്റ് 20,000 രൂപ കുറവ്, ആ കുറവ് ദിവ്യ നികത്തി, അങ്ങനെ 60,000 ആണ് എന്ത് വരുന്നത്? ദിവ്യയുടെ റിയൽ ആയിട്ടുള്ള പ്രോഫിറ്റ് വരുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്ത ആള് രേഷ്മാസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 40,000 ആയിരുന്നു, പക്ഷെ 10,000 രൂപയുടെ ഡെഫിഷ്യൻസി മെറ്റ് ചെയ്തു അല്ലെ, ലെസ് ഡെഫിഷ്യൻസി മെറ്റ് ചെയ്തത് 10,000 ആയിരുന്നു. സോ 10,000 കുറച്ച് ബാക്കി 30,000 ആണ് ആക്ച്വൽ പ്രോഫിറ്റ്. ദെൻ അടുത്ത ആളാരാണ്? അടുത്ത ആള് വരുന്നത് ഷീബക്ക് കിട്ടിയത്, ഷീബാസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിരുന്നു? ഷീബക്ക് കിട്ടിയത് 40,000 ആയിരുന്നു. ദെൻ അതുകൂടാതെ പ്ലസ് ഡെഫിഷ്യൻസി മെറ്റ് ബൈ ദിവ്യ തന്നെ 20,000, പിന്നെ അതേപോലെ തന്നെ പ്ലസ് ബൈ രേഷ്മ തന്ന 10,000 കൂടി ചേർത്തിട്ട് ഇൻ ടോട്ടൽ ഷീബക്ക് കിട്ടിയത് 70,000 രൂപയാണ്. ഇനി നമ്മൾ അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ടാലി ആയിരിക്കും. 1,60,000, ഇവിടെയും 1,60,000. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പഠിച്ചു, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് മെറ്റ് ചെയ്യാൻ പഠിച്ചു, ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി, മധു, യമുന, അജ്മിയ 3 പാർട്ട്നേഴ്സ്. അതിൽ റിട്ടയർ ആകുന്നത് യമുനയാണ്. യമുനയ്ക്ക് 20,000 കിട്ടാനുണ്ടായിരുന്നു. അത് അവരെന്താ ചെയ്തത്? 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും 6% ഇൻട്രസ്റ്റോട് കൂടിയിട്ടും തരാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കണ്ടുപിടിക്കണം. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ മൊത്തം 20,000 രൂപ, അത് 4 തവണയായിട്ട് തരാന്ന് പറയുമ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5,000 രൂപയാണ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് വരുന്നത്. സോ എല്ലാ കൊല്ലവും 5,000 കിട്ടും, ദെൻ എന്ത് കിട്ടും? 6% ബാക്കി തുകയിൽ ഇൻട്രസ്റ്റും കിട്ടും. ഓക്കെ, അടുത്ത കൊല്ലം രണ്ടാമത്തെ കൊല്ലം 5,000 6% ഇൻട്രസ്റ്റും കിട്ടും. ഇതിൽ ലോൺ അക്കൗണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ലോൺ അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ പിന്നെയും പറയുന്നില്ല, അപ്പൊ അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കി. ഇനിയും essay questions ഒരുപാട് വരുന്നുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ പേജ് എടുത്ത് നോക്കാൻ, നോട്ടിഫിക്കേഷൻസ് വരണമെന്നില്ല കേട്ടോ. താങ്ക് യു.